ഈ അടുത്താണ് KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത്. ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പുതിയൊരു സംരംഭം എന്ന് തന്നെ പറയാം. ഇപ്പോ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, വിവരങ്ങൾ കൂടെ ഈ എക്സ്പോയിൽ നമുക്ക് പങ്കുചേരുന്നുണ്ട്. ചേട്ടാ, കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസ്. നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിങ്ങിനായിട്ട് നമ്മളിതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 5 ദിവസത്തെ പ്രാക്ടീസ് നമ്മൾ സിമുലേറ്ററിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ റോഡിലോട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതുമായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് അതായത് കാറിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സിമുലേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതായത് ഒരു കാറിൽ എങ്ങനെയാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ ക്ലാസ് കൊടുക്കും. അപ്പം അവർക്ക് റോഡിലേക്ക് പോകുന്നതിന് മുൻപ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിമുലേറ്റർ വഴി നമ്മൾ ക്ലാസ് കൊടുക്കുന്നതനുസരിച്ച്. ബാക്കിയുള്ള ക്ലാസ് നമ്മൾ റോഡിൽ കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അവർക്ക് ലൈസൻസ് കിട്ടുമ്പോഴേക്കും സ്വന്തമായിട്ട് തന്നെ നമ്മുടെ അവരുടെ വാഹനം ഓടിച്ച് അവർക്ക് പോകാൻ പറ്റും. തിയറി പോലെ തന്നെയാണ്, പ്രാക്ടിക്കൽ പോലെ തന്നെയാണ്. പക്ഷെ മൂവ് ആവുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ എക്സ്പീരിയൻസും നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. ട്രാൻസ്പോ 2025 KSRTC MBDയുമായി ചേർന്ന് ചെയ്യുന്ന മോട്ടോ എക്സ്പോയാണ്. ഈ എക്സ്പോയിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഓട്ടോമൊബൈൽ രംഗത്തെ നൂതന ടെക്നോളജിയിലുള്ള വാഹനങ്ങളുടെ വമ്പൻ ശ്രേണിയിലുള്ള കാഴ്ച എല്ലാ പൊതുജനങ്ങൾക്കുമായിട്ടും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും നമ്മളിവിടെ ഒരു പവലിയൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പവലിയൻ നമ്മൾ പൊതുജനങ്ങൾക്ക് ഏറെ ഫലപ്രദമായ രീതിയിൽ തന്നെ നമ്മളിവിടെ അലങ്കരിച്ചിട്ടുണ്ട്, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ചെല്ലാൻ കൗണ്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചെല്ലാൻ ഏതൊരു വ്യക്തിക്കും ചെല്ലാൻ കിട്ടാത്ത വ്യക്തികളില്ലല്ലോ. അപ്പോൾ ചെല്ലാൻ കിട്ടുന്ന വ്യക്തികൾക്കൊക്കെ ചെല്ലാൻ അടയ്ക്കാനും ചെല്ലാൻ ക്ലോസ് ചെയ്യാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ കണക്കിലെടുത്ത് നമ്മുടെ കൗണ്ടറിലൂടെ കോടതിയിലേക്ക് പോയ ചെല്ലാനുകളും അതല്ല ചെല്ലാൻ ലഭിച്ചവയും ഒക്കെ നമ്മുടെ കൗണ്ടറിലൂടെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അവർക്ക് പോസ്റ്റ് മെഷീൻ ഉപയോഗിച്ച് കാർഡോ അതല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഡിജിറ്റൽ പേയ്മെൻറ്റായി നമ്മളിവിടെ അടയ്ക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കണക്കാക്കേണ്ട ഒന്നാണ് RC ബുക്ക് കിട്ടുന്നില്ല, ലൈസൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. ആ ഒരു പ്രശ്നത്തിന് ഒരു വിരാമം എന്ന നിലയിൽ നമ്മുടെ എക്സ്പോയിലൂടെ നമ്മളൊരു കൗണ്ടർ സെറ്റ് ചെയ്ത് ഡിജിറ്റൽ RCയും ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ നമുക്കെല്ലാവർക്കും, ഗണേഷ് കുമാർ സാറ് തന്നെ നമുക്കെല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ RC, ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ സാധ്യമാക്കണമെന്നും ഒരാളോടും ഫിസിക്കൽ ഡോക്യുമെൻ്റ് ആവശ്യപ്പെടരുത് എന്നുള്ള ഒരു നിർദ്ദേശവും കർശനമായ നിർദ്ദേശവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പൊതുജനങ്ങൾക്കും ഡിജിറ്റൽ RC, ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് അപ്രൂവ് ആകുന്നവർക്ക് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് അവരുടെ മെയിലിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു PRO, വെർച്വൽ PRO കൗണ്ടർ എന്നുള്ള ഒരു കൗണ്ടർ കോൺസെപ്റ്റ് അതിവിടെ നമ്മൾ സാധ്യമാക്കിയിട്ടുണ്ട്. ഈ വെർച്വൽ PRO കൗണ്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെല്ലാം മോഡേണൈസേഷൻ ആക്കിയല്ലോ, എല്ലാം ഓൺലൈൻ സർവീസുകളാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നമ്മുടെ സർവീസുകൾ എങ്ങനെ കിട്ടണം, അതെങ്ങനെ നേടിയെടുക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട്, സംശയങ്ങളുണ്ട്. അപ്പോൾ അത്തരം സംശയങ്ങൾക്ക് വിരാമം എന്ന നിലയിൽ പൊതുജനങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വെർച്വൽ PRO എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റിലൂടെ അതൊരു ഗൂഗിൾ ഡ്രൈവിൽ എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു PDF ആണ്. ആ PDFൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്ലാറ്റ്ഫോമിലേക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വാഹനങ്ങളുമായും ലൈസൻസുമായും ബന്ധപ്പെട്ട ഓരോ പ്ലാറ്റ്ഫോമിലേക്കും നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ എൻ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനകത്തുള്ള എല്ലാ സർവീസുകളും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും നമുക്ക് ആ ഒരൊറ്റ PROയിലൂടെ ആ ഒരു വെർച്വൽ അക്കൗണ്ടിലൂടെ നമുക്ക്
ആ ഒരു സംശയങ്ങളെല്ലാം നമുക്ക് നീക്കാനായിട്ട് സാധിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം തുടങ്ങിയ എക്സ്പോയിൽ ഈ ഒരു 3 ദിവസം കൊണ്ട് നമ്മളിവിടെ 22, 23 ആൻഡ് 24 ഈ ഒരു 3 ദിവസം കൊണ്ട് നമ്മളൊരു AI വീഡിയോ കോൺടെസ്റ്റ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് ദൈർഘ്യം വരെയുള്ള ഒരു AI വീഡിയോ ചിത്രീകരിക്കുക. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട AI വീഡിയോ ചിത്രീകരിച്ച് അത് നമ്മുടെ ഒരു QR കോഡുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴേ ഒരു മെയിലിലേക്ക് എൻ്റർ ആകുന്നു. ആ മെയിലിലേക്ക് എൻ്റർ ആയതിനു ശേഷം നമ്മൾ മെയിൽ ID നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സൗകര്യമുണ്ട്. അയക്കേണ്ട മെയിൽ ID ഡിഫോൾട്ടായിട്ട് വരും. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ആ മെയിലിലേക്ക് എടുത്ത വീഡിയോ നമ്മുടെ ഗാലറിയിൽ നിന്നും അപ്ലോഡ് ചെയ്ത് സെൻഡ് ചെയ്യുക. ഏറ്റവും നല്ല AI പ്രസൻറ്റേഷൻ വീഡിയോയ്ക്ക് 1ാം സമ്മാനം 5000 രൂപയും സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. 2ാം സമ്മാനമായി 3000 രൂപയും സർട്ടിഫിക്കറ്റുമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. 3ാം സമ്മാനമായി 2000 രൂപയും സർട്ടിഫിക്കറ്റുമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ പൊതുജനങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള നൂതന ടെക്നോളജിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യകതകളും അതിലൂടെയുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമുള്ള പരിജ്ഞാനവും എല്ലാം അവർക്ക് ഉടലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ പൊതുജനങ്ങളും ഇവിടെ വന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ സൗകര്യങ്ങളും എല്ലാം നേടിയെടുത്ത് അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സോ ഇതാണ് നമ്മുടെ DRO, അതായത്
ഡിജിറ്റൽ PR. സോ നമുക്ക് ഈ കാർഡ് എങ്ങനെയാണ് കിട്ടുക, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത്. അതിനാണ് നമ്മുടെ ഇവിടെയുള്ള ഒരു QR കോഡ് സ്കാനർ, അതായത് ഒരു QR കോഡ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ലെൻസോ അല്ലെങ്കിൽ QR കോഡ് സ്കാനർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് ആക്സസ് ചെയ്യാം. സോ നമ്മുടെ ഈ കാർഡിലേക്ക് വരുന്ന സമയത്ത്, അതായത് നമ്മുടെ ഡിജിറ്റൽ കാർഡിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായി നമുക്ക് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPDയുടെ ലോഗോയാണ്. സോ ഈ ലോഗോ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ MPDയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഈ സൈറ്റ് യൂസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ബെല്ലൈക്കൺ ആണ്, അതായത് നോട്ടിഫിക്കേഷൻ ആണ്. നമുക്ക് ഈ ഒരു ഡിജിറ്റൽ കാർഡ് എന്താണ്, അത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് മലയാള ഭാഷയിൽ തന്നെ ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ QR കോഡ് സ്കാനർ ആണ്. QR കോഡ് സ്കാൻ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിജിറ്റൽ കാർഡ് നമുക്ക് ലഭിക്കാം. പിന്നീട് നമുക്ക് MPD ഇൻഫർമേഷൻ വരുന്നുണ്ട്, അതായത് MPDയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇപ്പൊ RTO, സബ് RTO, അതുപോലെ തന്നെ ഹെഡ് ഓഫീസ്, സോണല്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരുടെ മൊബൈൽ ഇൻഫർമേഷൻസ്, ഇമെയിൽ ID, ഇപ്പൊ നമുക്ക് കോൺടാക്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 6 സർവീസുകൾ, MPD പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ആവട്ടെ, വാഹൻ വെഹിക്കിൾ രജിസ്ട്രേഷൻ ആവട്ടെ, ഈ ചലാൻ ആവട്ടെ, സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ആവട്ടെ, പെർമിറ്റ് ആവട്ടെ, ടാക്സ് ആവട്ടെ. ഇപ്പൊ ഈ ഓരോ ഓപ്ഷനിലും, അതായത് ഈ ഓരോ സർവീസുകളും സബ് സർവീസസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടോ, ഏകദേശം 12ഓളം സബ് സർവീസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ സ്റ്റാറ്റസ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ ലേണിംഗ് ലൈസൻസ്, അങ്ങനെ കുറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവില്ല, സർവീസസും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഓപ്ഷനിലും ഓരോന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സബ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത്, നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചലാൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഈ ചലാൻ എന്ത് ചെയ്യുന്നു, ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ഈ ചലാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ചലാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ നേരെ വരുന്നത് വേറൊരു PDF ഫോർമാറ്റിലേക്കാണ്. ഇതിൽ നമുക്ക് ചില സമയത്ത് ഈ ഓപ്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വീഡിയോ ട്യൂട്ടോറിയൽ, ഓഡിയോ കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പൊ സാധാരണക്കാരായ നമ്മളായ ജനങ്ങൾക്ക് ചില സംശയങ്ങളും കാര്യങ്ങളും വരുന്ന സമയത്ത് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ 1 മിനിറ്റ് അഥവാ ഇനി ഏറിയാൽ 2 മിനിറ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളാണ് വരിക. ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ചെല്ലാൻ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ചലാൻ നമ്പർ, വെഹിക്കിൾ നമ്പർ, TL നമ്പർ എന്നുള്ള 3 ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതിൽ നമുക്ക് വെഹിക്കിൾ നമ്പർ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ കാണിക്കാം, ഒരു വെഹിക്കിൾ നമ്പർ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ട്രയൽ കാണിച്ചു തരാം. KL 11 AK 788 നമ്മൾ എന്തിട്ടുണ്ട്, ഒരു വെഹിക്കിൾ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്യാപ്ച ഏതാണോ അത് അതേപോലെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 2 സ്മോൾ ആണെങ്കിൽ സ്മോൾ K അടിച്ചു കൊടുക്കാം. പിന്നെ ക്യാപിറ്റൽ Z, പിന്നെ 7 5, പിന്നെ ക്യാപിറ്റൽ N. ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യാം. പ്രോസസ് ചെയ്തതിനു ശേഷം ഗെറ്റ് ഡീറ്റെയിൽ കൊടുക്കാം. ഗെറ്റ് ഡീറ്റെയിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ വെഹിക്കിൾ നമ്പറിന്റെ ഉടമസ്ഥൻ ആരാണോ ആ ആൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചലാൻ പെൻഡിങ് ഉണ്ട്. ഇവിടെ ഓൾറെഡി ചലാൻ അടച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവിടെ ഡിസ്പോസൽ എന്നുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കാം. ഇവിടെ പെൻഡിങ് എന്ന് കാണിച്ചത് കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കുന്നത് ആ ആൾക്ക് ഓൾറെഡി ഒരു ചലാൻ പെൻഡിങ്ങിലുണ്ട്, അടയ്ക്കാനുണ്ട്. 500 രൂപയാണ് പിഴ. ആ ചലാൻ ഡേറ്റ് എന്നാണ് വന്നത്, 2025 6-ാം മാസത്തില് 11-ാം തീയതി ഏത് സമയത്താണ് ടൈം വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എപ്പോഴാണ് കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് കണ്ടോ, എപ്പോഴാണ് കാര്യങ്ങളൊക്കെ പേജ് അടക്കം നമുക്ക് നിന്ന് കാണുന്നുണ്ട്. സൂം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് ആക്ച്വലി എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഈ ചലാന വേണമെങ്കിൽ അടയ്ക്കാനുള്ള പേയ്മെന്റിന്റെ ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. ഇതുപോലെ ഇതിപ്പോ ജസ്റ്റ് ഒരു ഈ ചലാനിൽ ഉള്ള ഒരു സബ് ഓപ്ഷൻസിലെ ജസ്റ്റ് വെറും ഒരു ഓപ്ഷൻ മാത്രമാണ്. ഇതുപോലെയുള്ള ഏകദേശം നമ്മള് ഒരു 9ഓളം സർവീസസും കാര്യങ്ങളും
ഒരു സബ് ഓപ്ഷൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ബാക്ക് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് മെയിൻ ഓപ്ഷനിലേക്ക് വരാനുള്ള. പിന്നീട് നമുക്ക് കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ സർക്കുലർ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ, അതായത് പുതുതായി നമ്മുടെ സർക്കാർ കൊണ്ടുവരുന്ന നോട്ടിഫിക്കേഷനും സർക്കുലറും കാര്യങ്ങളും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കേരള മോട്ടോർ വെഹിക്കിൾസ് ടാക്സേഷൻ റൂൾസ്, അതായത് 1975 അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 1/4/2025 ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ പോലുള്ള ജനങ്ങൾക്ക് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF ഫോർമാറ്റിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ സാധിക്കും. പിന്നീട് നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്ന ഓപ്ഷൻ എന്താ വെച്ചാൽ മിനിസ്റ്ററുടെ മെസ്സേജ് ആണ്. അതായത് മിനിസ്റ്ററുടെ നമ്മളോടുള്ള മെസ്സേജ് ഉണ്ടല്ലോ, ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഒരു പ്രോജക്റ്റും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബാക്കിലേക്ക് വന്നതിന് ശേഷം നമുക്ക് പിന്നീട് കൊടുത്തിട്ടുള്ളത് എമർജൻസി സോഴ്സ് ബട്ടണും നമ്മള് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട്. പിന്നീട് നമുക്ക് റോഡ് സേഫ്റ്റി അവയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, റോഡിൽ എങ്ങനെ നടക്കണം, റോഡിൽ അതുപോലെ തന്നെ വെഹിക്കിൾസ് ഓടിക്കുന്ന സമയത്ത്, ഇപ്പം ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കണം, കാർ ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കണം, ഇങ്ങനെ കാര്യങ്ങൾ. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ടാവും, അതായത് സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ. ആ കാര്യങ്ങളൊക്കെ സാധാരണ പോലെയുള്ള നമ്മളായിട്ടുള്ള ജനങ്ങൾക്ക് വളരെ എളുപ്പമായ രീതിയിൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, മെയിൻ ഓപ്ഷനിലേക്ക് ബാക്ക് അടിച്ചിട്ട് വരികയാണ് നമ്മുടെ കാർഡിലേക്ക്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സോഷ്യൽ മീഡിയ, അതായത് MPDയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാനുള്ള ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഈ 4 സോഷ്യൽ മീഡിയയിലേക്ക് പോകാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ, അതായത് ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ്. നിങ്ങളെ കൂടെയുള്ള അല്ലെങ്കിൽ ഞങ്ങളെ കൂടെയുള്ള എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും വേണ്ടതാണല്ലോ ഈ റോഡ് റൂൾസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നല്ല നല്ല ഐഡിയാസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ, അത് പല ഇൻട്രസ്റ്റിംഗ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഐഡിയാസും കാര്യങ്ങളൊക്കെ നല്ലതായിക്കോട്ടെ. ഇനിയിപ്പോ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടാവും, അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഇത് എന്തുകൊണ്ട് മറ്റു രീതിയിൽ ചെയ്തിട്ടാവും, അങ്ങനെ എന്ത് അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അറിയിക്കാം. അതാകുമ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഓൾറെഡി ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല രീതിയിൽ സിറ്റിസൺ ഫ്രണ്ട്ലി ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ സാധിക്കും.